റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസിൽ രണ്ടാമത്തെ സാമ്പിൾസാണ് എടുക്കാൻ പോകുന്നത്, ക്ലസ്റ്റർ സാമ്പിളിങ്. ക്ലസ്റ്റർഡ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ് വെൻ ദർ ഇസ് നോ സാറ്റിസ്ഫാക്ടറി സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ ആൻഡ് എ ലിസ്റ്റ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ്. Under this method, the population or universe is divided into numbers of clusters or large group. അപ്പോൾ ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പഞ്ചായത്തിന് മൊത്തം എടുത്തിട്ട് അതിൽ ഓരോ വാർഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ സർവേ നടത്തുക, അല്ലെങ്കിൽ ഓരോ ഭാഗം ആയിട്ട് തിരിക്കണതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഒരു വാർഡ് അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ യൂണിറ്റ്സ്, സോഷ്യൽ യൂണിറ്റ്സ്, ഇതൊക്കെ സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യണതിനാണ് ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയണത്. അടുത്തതാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻ വിച്ച് എ സാമ്പിൾ rather than 100% sample of the whole cluster is used as the second stage. This type of sampling is often used in national surveys run. In the first stage, the initial clusters are randomly selected. The initial clusters are called the primary sampling units. Then, in second stage, a random sample is set up within the selected PSUs. It is known as multi-stage cluster sampling. അതായത് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ ഒരു മോഡിഫൈ ആയിട്ടുള്ള ഒരു ടേമാണ്. ഇത് ബാക്കിയുള്ള സാമ്പിളിംഗ് മെത്തേഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് കുറവാണ്, ഫ്ലെക്സിബിളാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യം സ്മോൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒന്നും കൂടെ സാമ്പിൾസ് കളക്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ പാർട്സ് ആയിട്ട് അതിനെ തിരിക്കും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജാണ് അതിൽ നിന്ന് തന്നെ നമ്മൾ ഒന്നും കൂടെ സാമ്പിൾസ് കളക്ട് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. In stratified sampling, the group or strata are divided in such a way that there is much homogeneity within each group and there is marked difference between various groups and strata. But in cluster sampling, the universe is divided into groups or clusters in such a way that there is much heterogeneity within each cluster and there is small difference between the clusters. അതായത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു കാറ്റഗറി ആയിട്ടാണ് ഈ ആൾക്കാരെ ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കും. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ ഒരു കാറ്റഗറി, മെയിൽ ആണെങ്കിൽ മെയിലിൻ്റെ ഒരു കാറ്റഗറി, അങ്ങനെ എൻ്റയർ പോപ്പുലേഷനെ നമ്മൾ സബ് ഡിവിഷനായിട്ട് തിരിക്കണതിനാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുക. പക്ഷേ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഓരോ ചെറിയ പാർട്സ് ആയിട്ട് തിരിക്കണതിനാണ് പറയുക. Second point, cluster is done on the basis of geographical area or administrative divisions. Stratification is done on the basis of variables under the study. Cluster sampling എന്ന് പറഞ്ഞാൽ അത് ജിയോഗ്രാഫിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസിലൊക്കെയാണ് അത് നടത്തപ്പെടുക. പക്ഷേ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തുമെന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡിയുടെ ഒരു വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തപ്പെടുക. തേർഡ് പോയിന്റ്, ദി സാമ്പിളിംഗ് എറർ മേ ബി ഗ്രേറ്റ് ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദി സാമ്പിളിംഗ് എറർ മേ ബി ലെസ് ഇൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് എന്താ പറയുക, എററിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ സ്ട്രാറ്റിഫൈഡിൽ എററിൻ്റെ ചാൻസ് കുറവാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ദി കോസ്റ്റ് പെർ എലമെൻറ്റ് ഈസ് ലോവർ ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇറ്റ് ഈസ് ഹയർ ഇൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് എലമെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ്. പക്ഷേ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. നെക്സ്റ്റ് ടോപ്പിക്, മെറിറ്റ്സ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. Multi-stage sampling introduces flexibility in sampling method which is lacking in other methods. മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. വേറെ പല സാമ്പിൾസ്, വേറെ പല മെത്തേഡ്സിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ സാമ്പിൾസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്.
അതുപോലെ സെക്കൻഡ് പോയിന്റ്, അനദർ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് സബ്ഡിവിഷൻസ് ഇൻ ടു സെക്കൻഡ് സ്റ്റേജ് യൂണിറ്റ്സ് need to be carried out only for first stage units. So it is particularly valuable in survey of underdeveloped areas where no source list is available. അതായത് സെക്കൻഡ് പോയിന്റിൽ പറയണത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് കുറേ സബ് ഡിവിഷൻസ് ആയിട്ട് തിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ, പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ അത് ഒന്നും കൂടെ അതിൽ നിന്ന് സർവേ കളക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ അണ്ടർ ഡെവലപ്ഡ് ആയ ഏരിയാസിൽ ഒന്നിൻ്റെയും ഒരു കുറവും ഉണ്ടാവില്ല. തേർഡ് പോയിന്റ്, കോസ്റ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് മച്ച് ലെസ് വെൻ കമ്പയർഡ് വിത്ത് അതർ സാമ്പിളിംഗ് മെത്തേഡ്സ്. വേറെ സാമ്പിളിംഗ് മെത്തേഡ്സിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ കോസ്റ്റ് വളരെ ലെസ്സാണ്. സാമ്പിളിംഗ് അണ്ടർ ദിസ് മെത്തേഡ് ഡസ് നോട്ട് റിക്വയർ മച്ച് ടൈം. ഇവിടെ എന്ന് പറയണത് ടൈം വളരെ കുറവാണ് വേണ്ടുള്ളൂ. അടുത്ത പോയിന്റ്, ദിസ് മെത്തേഡ് ഈസ് മച്ച് ഈസിയർ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. വേറെ മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ ദിസ് മെത്തേഡ് പ്രൊമോട്ട്സ് ദി കൺവീനിയൻസ് ഓഫ് ഫീൽഡ് വർക്ക് ആസ് ഇറ്റ് കുഡ് ബി ഡൺ ഇൻ സോളിഡ് പ്ലേസസ്. അടുത്തതാണ് ലിമിറ്റേഷൻസ്. മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഈസ് ലെസ് ആക്യുറേറ്റ്. മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അക്യുറസി അല്ല. ദി സാമ്പിളിംഗ് എറർ ഇൻ ദിസ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് ഗ്രേറ്റർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ചാൻസസ് ഓഫ് എറർ വളരെയധികം കൂടുതലാണ്. ദിസ് മെത്തേഡ് ഈസ് സ്റ്റാറ്റിക്കലി ലെസ് എഫിഷ്യൻറ്റ് ദാൻ അതർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. ഈ മെത്തേഡ് എന്ന് പറയണത് വളരെ ലെസ് എഫിഷ്യൻ്റ് ആണ്. അടുത്തതാണ് ഏരിയ സാമ്പിളിംഗ്. ഏരിയ സാമ്പിളിംഗ് ഈസ് എ ഫോം ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ആസ് പെർ ദിസ് മെത്തേഡ്, ക്ലസ്റ്റേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് specific geographical areas like districts, taluk, etc. are randomly drawn. Such a sampling is called area sampling. അതായത് ഏരിയ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് പോലെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഡിസ്ട്രിക്ട്സിനെ, താലൂക്സിനെ അതൊക്കെ ഓരോ പാർട്സ് ആയിട്ട് സർവേ ചെയ്യണതിനാണ് ഏരിയ സാമ്പിളിംഗ് എന്ന് പറയുക.